ഇങ്ങനെ ഇരിക്കണം പള്ളി. യൂറോപ്യൻ ക്ലോസറ്റുണ്ട്, സാധാ ക്ലോസറ്റുണ്ട്, ചിലയിടത്ത് പള്ളി പൂട്ടിയിട്ടുണ്ടാവും. അഥവാ നമുക്കിത് കാര്യം സാധിച്ചെങ്കിൽ നിസ്കരിക്കാൻ പറ്റും. അങ്ങനത്തെ അവസ്ഥയിലാണെന്നുള്ളത്. ചിലയിടത്ത് ആരെങ്കിലും വൃത്തിയാക്കുന്ന ആരും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെങ്കിൽ മെയിൻ്റ് ആക്കിയില്ല. അല്ല കാറിലെ മറ്റു വന്നെങ്കിൽ എല്ലാവരും മെയിൻ്റ് ആക്കും. നടന്നിട്ട് ആരെങ്കിലും വന്നെങ്കിൽ എൻ്റെ ഡ്രസ്സും എൻ്റെ ചെരുപ്പ് നോക്കിയിട്ടാണ് പെരുമാറുന്നവരും. മുക്കരി ആയെങ്കിലും പള്ളി ക്ലീൻ ആക്കുന്ന ആളായെങ്കിലും. ചിലയിടത്ത് പുറത്ത് ഒരു ചെരുപ്പ് വെച്ചിട്ടുണ്ടാവും. അത് കുഷ്ഠരോഗം പിടിച്ച ആളിൽ ഇട്ടിട്ടുണ്ടാവും. അത് കിട്ടണമ്പോൾ മറ്റെല്ലാം നിയമം. കബറെല്ലാം എന്ത് കാണുന്നുണ്ട്, പേരുണ്ടല്ല ആത്മീയ സാധനമെല്ലാം വെച്ച് നല്ല സുന്ദരമായ കവർ. ഇത് കിളരിയ ജമാ മസ്ജിദാണ് ബേക്കൽക്കുന്നിൽ. ഈ കമ്മിറ്റിയെല്ലാം അഭിനന്ദിച്ചേ മതിയാണ്. നല്ല ഈത്തപ്പന തോട്ടമെല്ലാമായിട്ടല്ല അത് അറബി നാട്ടിൽ പോയാൽ മാതിരി ഉണ്ടല്ലോ. പള്ളി കഴിഞ്ഞാൽ പൊതുവായ ഉപയോഗത്തിന് ആവശ്യമായ എല്ലാ ബാത്റൂം നിസ്കരിക്കേണ്ട സൗകര്യമെല്ലാം ആക്കിയിട്ട് വെക്കണ്ടല്ലോ. എപ്പോഴും തുറന്ന് വെക്കണം. അള്ളാഹുവിൻ്റെ ഭവനമാണ്. ഇത് ചില അടിച്ച് പൂട്ടി വെക്കുന്നത്, ബാത്റൂം പൂട്ടി വെക്കുന്നത് അതെല്ലാം ഭയങ്കര ദ്രോഹമാണ് ചെയ്യുന്നത് വിശ്വാസികളോട്. ഇതെല്ലാം നാലാളെ പൈസ കൊണ്ട് കെട്ടുന്നതാണ്. ഓരോ വ്യക്തി തീരുമാനം നടപ്പാക്കുന്നു. ഒന്നും പാടില്ല.